തൃശൂർ എന്ന സാംസ്കാരിക നഗരിയെ തൃശൂർ പൂരത്തിന്റെ പെരുമയ്ക്കൊപ്പം തന്നെ ബോൺനതാലയുടെ പെരുമയും ഊട്ടിയുറപ്പിച്ച ബോൺനതാല് 2024 കാണാൻ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹപുരസ്സരം സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ പൂരനഗരിയിലേക്ക്, വടക്കുന്നാഥന്റെ നഗരിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം, ഏറെ താല്പര്യപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പരാജയപ്പെടുത്തിക്കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥിരമായി സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്ന, വർഷം തോറും ആ റെക്കോർഡിനെ മറികടന്നുകൊണ്ടിരിക്കുന്ന ബോൺനതാലെ ഇപ്പോൾ തൃശൂരിന്റെ തെരുവീതികളിലെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആഘോഷിക്കാം, മെരി ക്രിസ്മസ്. ഒരുക്കുന്ന ക്രിസ്മസ് ക്യാപ്പാണ് മൂന്നാമത്തെ ഫ്ലോട്ട്. ഏവരെയും ആ ദൃശ്യവിരുന്ന് ആസ്വദിക്കുന്നതിന്, കാണുന്നതിന് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നാലാമത് ഫ്ലോട്ട് ഇതാ സ്വരാജ് വീതിയിലേക്ക് കടന്നു കഴിഞ്ഞു. 230ഓളം ഇടവകകളിൽ നിന്ന് 15,000-ഓളം ഡാൻസിംഗ് പാപ്പമാരാണ് ഇതാ സ്വരാജ് റൗണ്ടിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ബോൺനതാലെ കമ്മിറ്റിക്ക് വേണ്ടി ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറ്റവും വലിയ ആഘോഷമായിട്ട് ബോൺനതാലെ 2024 എത്തി നിൽക്കുമ്പോൾ മാറിയിട്ടാണ് നമുക്കറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് 2018 11,112 പാപ്പമാരെ അണിനിരത്തിക്കൊണ്ട് തൃശ്ശൂർ പേരൂർ ആഘോഷങ്ങളുടെ കണ്ടാലും മതി വരാത്ത വിസ്മയ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല പ്രായത്തിലുള്ള ഡാൻസിംഗ് പാപ്പമാരും നമ്മളിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ആഘോഷകാലത്തിൽ പറഞ്ഞതുപോലെ ചിറകളിലും മനസ്സുകളിലും ഒരേപോലെ ഒരേ ആരവത്തോടെ ആഘോഷത്തോടു കൂടി തന്നെ ബോൺനതാലെ 2024 എത്തുമ്പോ അത് പിന്നെയും വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ അല്ലേ? ഡാൻസിംഗ് പാപ്പ ആവേശം കാണിച്ച തൃശ്ശൂർ പേരിന് ഡാൻസ് ചെയ്തിട്ട് വരെ നിങ്ങളെ പിന്നെയും കാഴ്ചകളുടെ വിസ്മയം ഒരുക്കുന്നതിൽ അവർക്ക് ഒരു മടിയുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ തിരിച്ച് നമ്മൾ കൊടുക്കേണ്ട റിട്ടേൺ ഗിഫ്റ്റ് എന്നുള്ളത് നമ്മുടെ ആവേശം, ഒപ്പം തന്നെ അവർ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം എനർജി കൊടുക്കുന്നതിന് വേണ്ടി കയ്യൊന്ന് ഉയർത്തി അടിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന ഡാൻസുകളിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയും നിങ്ങളുടെ പ്രാതിനിധ്യം കൂടിയും ഉണ്ടാവുമെന്ന ഏറ്റവും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ അടുത്തൊരു സോങ്ങിലോട്ട് മെല്ലെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള പാപ്പമാരുടെ പ്രാതിനിധ്യത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ 150ഓളം ഇടവകളുടെ പ്രാതിനിധ്യം, 107 ഇടവകളിൽ നിന്നുള്ള പാപ്പന്മാർ. അതുകൊണ്ട് തന്നെയാണ് 15,000-ഓളം പാപ്പന്മാർ എന്നുള്ളത്. സോ ഏകദേശം 2013 തുടങ്ങിയ കലയുടെ കീഴിക്കൊണ്ടിനെ ഇവിടെ ആരംഭമാകുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ, ഒരേ മനസ്സോടെ, ഒരേ ആകർഷത്തോടു കൂടി തന്നെ അണിനിരക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ആഘോഷത്തിന് എത്രത്തോളം മികവുറ്റതാക്കി മാറ്റുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. പിന്നെയും ഓരോ വർഷവും കാണുന്തോറും ആ ഒരു ദിവസത്തിനായിട്ട് നമ്മളെ കാത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആവേശം എത്രത്തോളം നമ്മളിലേക്ക് എത്തുന്നു. ഇനി എന്ത് ഫ്ലോട്ടാണ്, എന്തെല്ലാം നിശ്ചല ദൃശ്യമാണ് ബോൺനതാലെ 2024 വിസ്മയിപ്പിക്കാൻ പോകുന്നെന്നുള്ള കാത്തിരിപ്പിനെ കൂടി ഡാൻസിംഗ് പാപ്പന്മാരുടെ ഫ്ലോട്ടുകൾ മാത്രമല്ല നമ്മുടെ വിസ്മയ കാഴ്ച ഒരുക്കുന്നത്. ബോൺനതാലെ 2024 എത്തുന്ന സമയത്ത് വിസ്മയ കാഴ്ചകളുടെ കലയുടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലതര സമകാലിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന 21ഓളം ദൃശ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇപ്രാവശ്യം പാപ്പന്മാരിലും ഫ്ലോട്ടുകളിലും മാത്രമല്ല പുതുമയുള്ള ഗാനത്തോടും കൂടി തന്നെയാണ് ബോൺനതാലെ 2024 വരവ്. അങ്ങനെ പിന്നെയും കാണാൻ കൊതിക്കുന്ന മാതാവ് 3 രാജാക്കന്മാര് 6 പേര് വിളിച്ചു മെല്ലെ മങ്ങി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആഘോഷത്തിന്റെ അതിന്റെ ആവേശം ഒട്ടും പകുതിയിലേറെ കാഴ്ചകളും പാപ്പന്മാരും നമുക്ക് മുമ്പിൽ ഇനിയും വരന്ന് ചേരാനിരിക്കുന്നതേയുള്ളൂ. കാരണം അത്രത്തോളം മതിവരാത്ത കാഴ്ചകൾ